evening. Am I audible? Yes, sir, audible. Okay. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മാർജിനൽ കോസ്റ്റിംഗ്, അക്കൗണ്ടിങ്ങിൽ മാർജിനൽ കോസ്റ്റിംഗ് എന്നുള്ള ടോപ്പിക്കാണ്. മാർജിനൽ കോസ്റ്റ് നമ്മളെ അക്കൗണ്ടിങ്ങിന്റെ ബേസിക് കോൺസെപ്റ്റ് പഠിച്ചതാണ്. മാർജിനൽ കോസ്റ്റ് എന്താണ്, അല്ലെങ്കിൽ വാരിയബിൾ കോസ്റ്റ് എന്താണെന്നുള്ളത്. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് വാരിയബിൾ കോസ്റ്റ് ആണ്. മീൻസ് അഡീഷണൽ ആയിട്ട് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്ന കോസ്റ്റ് ആണ് മാർജിനൽ കോസ്റ്റ് അല്ലെങ്കിൽ വാരിയബിൾ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ വാരിയബിൾ കോസ്റ്റിനെ മാത്രം കോസ്റ്റിൽ കൺസിഡർ ചെയ്യുന്ന, അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ കോസ്റ്റിൽ ചാർജ് ചെയ്യുന്ന ഒരു കോസ്റ്റിംഗ് മെത്തേഡാണ് മാർജിനൽ കോസ്റ്റിംഗ്. ആക്ച്വലി മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രോസസ് കോസ്റ്റിംഗ് പോലെ അല്ലെങ്കിൽ ജോബ് കോസ്റ്റിംഗ് പോലെ ഒരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് ഇറ്റ് ഈസ് എ ടെക്നിക് ഫോർ മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്. മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിനുള്ള ഒരു ടെക്നിക്കാണ് മാർജിനൽ കോസ്റ്റിംഗ്. So listen, marginal cost is the additional cost of producing an additional unit of output. Whereas marginal costing is a technique of costing which differentiates between fixed cost and variable cost and charging only variable cost to products. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റിനെ നമുക്ക് രണ്ടായി തിരിക്കാം: ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്. അതിലെ വാരിയബിൾ കോസ്റ്റിനെ മാത്രം കോസ്റ്റ് എലമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുകയും ഫിക്സഡ് കോസ്റ്റിനെ ഇപ്പുറത്തേക്ക് പ്രോഫിറ്റിനോട് കൂടെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഒരു കോസ്റ്റിംഗ് ടെക്നിക്കാണ് മാർജിനൽ കോസ്റ്റിംഗ്. ഫിക്സഡ് കോസ്റ്റിനെ എന്തുകൊണ്ടാണ് നമ്മൾ കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാത്തത്? ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി ഓൾറെഡി ഇൻകേർഡ് കോസ്റ്റ് ആണ്. അതിന്റെ ബെനിഫിറ്റ് നമുക്ക് ഫ്യൂച്ചറിലൊക്കെ കിട്ടുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ആ ഫിക്സഡ് കോസ്റ്റിനെ ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ഡിസിഷൻ മേക്കിങ്ങിൽ ഫിക്സഡ് കോസ്റ്റിന് റോളില്ല, വേരിയബിൾ കോസ്റ്റിന് മാത്രം കൺസിഡർ ചെയ്താൽ മതി എന്നുള്ള ഒരു അസംഷനാണ് മാർജിനൽ കോസ്റ്റിങ്ങിന്റെ പിന്നിലുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് മാർജിനൽ കോസ്റ്റിങ്ങിന്റെ ഫീച്ചേഴ്സ്? വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്, or characteristics of marginal costing? നമ്മൾ ഫസ്റ്റ് പറഞ്ഞു, ഇറ്റ് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ്. അതൊരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. അതായത് പ്രോസസ് കോസ്റ്റിംഗ് പോലെ അല്ലെങ്കിൽ ജോബ് കോസ്റ്റിംഗ് പോലെയുള്ള ഒരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണെന്ന് പറയാൻ പറ്റില്ല. ബട്ട് ഇറ്റ് ഈസ് എ ടെക്നിക് ഫോർ മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്. ഇൻ മാർജിനൽ കോസ്റ്റിംഗ് ഓൾ കോസ്റ്റ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഫിക്സഡ് ആൻഡ് വാരിയബിൾ. എല്ലാ കോസ്റ്റിനെയും നമുക്ക് ഫിക്സഡ് കോസ്റ്റ്, വാരിയബിൾ കോസ്റ്റ് എന്നിങ്ങനെ രണ്ടായി തിരിക്കാം. ആൻഡ് ഓൺലി വാരിയബിൾ കോസ്റ്റ് ആർ ചാർജ്ഡ് ടു പ്രോഡക്ട്സ്. വാരിയബിൾ കോസ്റ്റിന് മാത്രമേ നമ്മൾ പ്രൊഡക്റ്റിന് ചാർജ് ചെയ്യുന്നുള്ളൂ. ഫിക്സഡ് കോസ്റ്റ് ആർ ചാർജ്ഡ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ഓഫ് ദ പീരീഡ് ഇൻ വിച്ച് ദേ ആർ ഇൻകേർഡ്. ഫിക്സഡ് കോസ്റ്റ് നമ്മൾ പ്രോഫിറ്റിനോട് കൂടി ചേർക്കുകയാണ് ചെയ്യുന്നത്. ഏത് പീരീഡിലാണോ ആ കോസ്റ്റ് ഇൻകർ ചെയ്തത് ആ വർഷത്തെ പ്രോഫിറ്റിലേക്ക് നമ്മൾ ഫിക്സഡ് കോസ്റ്റിന് കൂട്ടുന്നു. അതിന് നമ്മളൊരു പ്രത്യേക പേര് പറയും. എന്താ വിളിക്കുക? ഫിക്സഡ് കോസ്റ്റും പ്രോഫിറ്റും കൂടെ ചേർന്നാൽ അതിനെയാണ് കോൺട്രിബ്യൂഷൻ എന്ന് വിളിക്കാം. സോ കോൺട്രിബ്യൂഷൻ ആണ് മാർജിനൽ കോസ്റ്റിംഗ് എന്നുള്ള ഒരു കോസ്റ്റിംഗ് മെത്തേഡ് ടെക്നിക്കില് പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നത്. കോൺട്രിബ്യൂഷന്റെ ബേസിലാണ് ഇതിൽ മാനേജ്മെന്റ് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്. കോൺട്രിബ്യൂഷന്റെ ബേസിലാണ് നമ്മൾ അബ്സോർപ്ഷൻ കോസ്റ്റിംഗിലൊക്കെ പ്രോഫിറ്റിന്റെ ബേസിലാണ് ഡിസിഷൻസ് എടുക്കുന്നതെങ്കിൽ മാർജിനൽ കോസ്റ്റിംഗിൽ ഡിസിഷൻസ് എടുക്കുന്നത് എന്തിന്റെ ബേസിലാണ്? കോൺട്രിബ്യൂഷന്റെ ബേസിലാണ്. എന്താണ് കോൺട്രിബ്യൂഷൻ? കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റിലേക്ക് ഫിക്സഡ് കോസ്റ്റും കൂടെ ആഡ് ചെയ്യാം. അതാണ് കോൺട്രിബ്യൂഷൻ. സോ ടോട്ടൽ കോസ്റ്റിൽ വേരിയബിൾ കോസ്റ്റിന് മാത്രം കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇപ്പൊ സെയിൽസ് നിന്ന് വേരിയബിൾ കോസ്റ്റ് മാത്രം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതായിരിക്കും കോൺട്രിബ്യൂഷൻ. നെക്സ്റ്റ് പോയിന്റ്, സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു വേരിയബിൾ കോസ്റ്റ് പ്ലസ് കോൺട്രിബ്യൂഷൻ. അതുകൊണ്ട് തന്നെ സെല്ലിംഗ് പ്രൈസ് എന്താണ്?
വാരിയബിൾ കോസ്റ്റും കോൺട്രിബ്യൂഷനും കൂടെ ചേർന്നതാണ് സെല്ലിംഗ് പ്രൈസ്. കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഫിക്സഡ് കോസ്റ്റും വരും, പ്രോഫിറ്റും വരും. ഇനിയുള്ള ഒരു എലമെന്റ് ബാക്കിയുള്ളത് വാരിയബിൾ കോസ്റ്റ് ആണ്. അതും കൂടെ ചേർത്താൽ സെല്ലിംഗ് പ്രൈസ് കിട്ടി. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ അതിൽ ടോട്ടൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണല്ലോ. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ വാരിയബിൾ കോസ്റ്റ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ് സെല്ലിംഗ് പ്രൈസ്. സോ സെല്ലിംഗ് പ്രൈസിന് നമുക്ക് ഇങ്ങനെ ഈ ഒരു ഇക്വേഷനിൽ കൊടുക്കാം. സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു വാരിയബിൾ കോസ്റ്റ് പ്ലസ് കോൺട്രിബ്യൂഷൻ. Then the difference between contribution and fixed cost is the net profit or loss. കോൺട്രിബ്യൂഷനും ഫിക്സഡ് കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പ്രോഫിറ്റ്. നമ്മൾ പറഞ്ഞു ഫിക്സഡ് കോസ്റ്റും പ്രോഫിറ്റും ആണ് കോൺട്രിബ്യൂഷൻ. സോ കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് ആണ് പ്രോഫിറ്റ്. ഓക്കെ, കോൺട്രിബ്യൂഷൻ കുറവാണ്, ഫിക്സഡ് കോസ്റ്റ് ആണ് കൂടുതലെങ്കിൽ ലോസ് ആയിരിക്കും. Then fixed cost remains constant irrespective of the level of activity. ഫിക്സഡ് കോസ്റ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ്. നമ്മൾ നേരത്തെ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. അത് മാർജിനൽ കോസ്റ്റിംഗിലും അപ്ലിക്കബിൾ ആണ്. ഫിക്സഡ് കോസ്റ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ്. എല്ലാ ലെവൽ ഓഫ് ആക്ടിവിറ്റി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഫിക്സഡ് കോസ്റ്റ് ചേഞ്ച് ചെയ്യുന്നില്ല. ഫിക്സഡ് കോസ്റ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ്. പക്ഷേ ലെവൽ ഓഫ് ആക്ടിവിറ്റി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ചേഞ്ച് ആവും. ഓക്കെ, ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. ലെവൽ ഓഫ് ആക്ടിവിറ്റി കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് കുറയും. എന്നാൽ ഫിക്സഡ് കോസ്റ്റ്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ്. Then സെയിൽസ് പ്രൈസ് പെർ യൂണിറ്റ് റിമെയിൻസ് ദ സെയിം. സെല്ലിംഗ് പ്രൈസ് ലെവൽ ഓഫ് ആക്ടിവിറ്റി കൂടുന്നതിനനുസരിച്ച് സെല്ലിംഗ് പ്രൈസിൽ മാറ്റമൊന്നും വരുന്നില്ല. സെല്ലിംഗ് പ്രൈസ് എല്ലാ ലെവലിലും ഒരേ സെല്ലിംഗ് പ്രൈസിലാണ് പ്രൊഡക്റ്റുകൾ സെൽ ചെയ്യുന്നത്. അത് മാർജിനൽ കോസ്റ്റിംഗിൽ വരുന്ന ഒരു അസംഷൻ ആണ്. ആൻഡ് വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് റിമെയിൻസ് ദ സെയിം. വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് സെയിം ആയിരിക്കും. എന്നാൽ വാരിയബിൾ കോസ്റ്റ് പ്രൊഡക്ഷൻ കൂടുന്നതനുസരിച്ച് ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് കൂടും. പക്ഷേ വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് റിമെയിൻസ് ദ സെയിം. ഓക്കെ, ഇതിലാണ് മാർജിനൽ കോസ്റ്റിംഗിന്റെ ഫീച്ചേഴ്സ്. ഹലോ ഹലോ ആ സാറേ, നമ്മളെ സ്ക്രീനെ കുറച്ചും കൂടി സൂം ചെയ്യുകയാണെങ്കിലേ, ഇപ്പോൾ ലൈവ് ക്ലാസ്സിൽ നമുക്കിത് സൂം ചെയ്ത് കാണാൻ പറ്റും. പക്ഷേ റെക്കോർഡഡ് ക്ലാസ് കാണുമ്പോൾ ഫോണ്ട് വളരെ ചെറുതാണ്, നമുക്ക് ഇത് വായിക്കാൻ പറ്റാത്ത രീതിയിലാണ്. ഓക്കെ 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 ഓക്കെ, ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് മാർജിനൽ കോസ്റ്റിംഗിന്റെ ഫീച്ചേഴ്സ് ആണ്. ഇനി മാർജിനൽ കോസ്റ്റിംഗ് ഒരുവിധം എല്ലാ എക്സാമുകൾക്കും, PSC എക്സാമിന് അതുപോലെ കൊമേഴ്സ് റിലേറ്റഡ് കോമ്പറ്റീറ്റീവ് എക്സാമുകൾക്കൊക്കെ ചോദിക്കാറുള്ള ഒരു ഏരിയയാണ് മാർജിനൽ കോസ്റ്റിംഗ്. കാരണം പ്രത്യേകിച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ എളുപ്പമാണ് ഇതിന്. സോ അതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇക്വേഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു സെയിൽസിന്റെ ഇക്വേഷൻ. സെയിൽസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ കോസ്റ്റും പ്രോഫിറ്റും കൂടെ ചേർന്നാണല്ലോ സെയിൽസ്. സോ സെയിൽസ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. കോസ്റ്റിന് നമ്മൾ രണ്ടായി തിരിച്ചിട്ടുണ്ട്, ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും. സോ അത് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുക. ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്, അതാണ് സെയിൽസ്. അടുത്ത ഇക്വേഷൻ ആണ് കോൺട്രിബ്യൂഷൻ. നമ്മൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു അബ്സോർപ്ഷൻ കോസ്റ്റിംഗിൽ പ്രോഫിറ്റ് ആണ് ഡിസിഷൻ മേക്കിംഗിൽ റോൾ വഹിക്കുന്നതെങ്കിൽ മാർജിനൽ കോസ്റ്റിംഗിൽ പ്രധാന റോൾ വഹിക്കുന്നത് കോൺട്രിബ്യൂഷൻ ആണ്. നമുക്ക് ഈ മാർജിനൽ കോസ്റ്റിംഗിന്റെ അപ്ലിക്കേഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും കോൺട്രിബ്യൂഷന്റെ ബേസിലാണ് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്. സോ വാട്ട് ഈസ് കോൺട്രിബ്യൂഷൻ? കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് ഫിക്സഡ് കോസ്റ്റും പ്രോഫിറ്റും കൂടെ ചേർന്നതാണ്. പ്രോഫിറ്റ് മാത്രമല്ല, ഫിക്സഡ് കോസ്റ്റും ആ പീരീഡിലുള്ള പ്രോഫിറ്റിലേക്ക് ആഡ് ചെയ്യാം. നമ്മളിവിടെ വേരിയബിൾ കോസ്റ്റിന് മാത്രം പ്രൊഡക്റ്റിന്റെ കോസ്റ്റിലേക്ക് ചാർജ് ചെയ്യുന്നു. അതുകൊണ്ട് ഫിക്സഡ് കോസ്റ്റിന് മാറ്റി വെക്കുക. ഫിക്സഡ് കോസ്റ്റിന് ഇങ്ങോട്ട് പ്രോഫിറ്റിലേക്ക് ചാർജ് ചെയ്യാം. അത് രണ്ടും കൂടെ ചേർത്താണ് കോൺട്രിബ്യൂഷൻ. സോ കോൺട്രിബ്യൂഷന്റെ ബേസിലാണ് നമ്മൾ ഡിസിഷൻസ് എടുക്കുക. ഏത് പ്രോഡക്റ്റ് ആണോ കൂടുതൽ കോൺട്രിബ്യൂഷൻ തരുന്നത്, ഏത് ഡിസിഷൻ ആണോ നമുക്ക് കൂടുതൽ കോൺട്രിബ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്, ആ ഡിസിഷൻ, ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക എന്ന ബേസിലാണ് നമ്മൾ മാർജിനൽ കോസ്റ്റിംഗിൽ പോവാം.
സോ കോൺട്രിബ്യൂഷന്റെ ഇക്വേഷൻ എന്താണ്? കോൺട്രിബ്യൂഷന്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു, ഇവിടെ സെയിൽസിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെയിൽസിൽ വേരിയബിൾ കോസ്റ്റിനെ മാത്രം നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളതാണ് കോൺട്രിബ്യൂഷൻ. വേരിയബിൾ കോസ്റ്റിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി എന്താ ഉള്ളത്? ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ സെയിൽസ് വേരിയബിൾ കോസ്റ്റ് കുറക്കാം. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. സോ കോൺട്രിബ്യൂഷന്റെ ഇക്വേഷൻ, ഒന്നാമത്തെ ഇക്വേഷൻ, കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. സെയിൽസ് എന്ന് വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്യാം, അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. അത് നമുക്ക് ഈ ഇക്വേഷനിൽ കിട്ടും. ഈ വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ്. ഇനി അതല്ലെങ്കിൽ മറ്റൊരു ഇക്വേഷൻ ആണ് ഫിക്സഡ് കോസ്റ്റ് മൈനസ് ലോസ്. പ്രോഫിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യാം, പക്ഷെ ലോസ് ആണെങ്കിൽ ഇത് ലെസ് ചെയ്യണം. ഫിക്സഡ് കോസ്റ്റ് ലോസ് ആണെന്നുണ്ടെങ്കിൽ ലെസ് ചെയ്താലാണ് കോൺട്രിബ്യൂഷൻ കിട്ടുക. ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ. ഇത് പോളിടെക്നിക്കിന്റെ കോളേജ് ലെവൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ്. കോൺട്രിബ്യൂഷൻ ഇക്വേഷനിൽ ശരിയായ ആൻസർ തിരഞ്ഞെടുത്ത് എഴുതാൻ. അപ്പൊ അതിന് ഫിക്സഡ് കോസ്റ്റ് മൈനസ് ലോസ് ഓപ്ഷനിൽ ഉണ്ടായിരുന്നു. പലരും അത് കണ്ട് തെറ്റിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കാതെ പോകും. ഓക്കെ, അതുപോലെ മറ്റൊരു ഇക്വേഷൻ ആണ് സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ. സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ. കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ. എന്താ പി വി റേഷ്യോ എന്നാല്? പി വി റേഷ്യോ എന്നാല് കോൺട്രിബ്യൂഷന്റെ പെർസെന്റേജിനാണ് പി വി റേഷ്യോ എന്ന് പറയുന്നത്. പി വി റേഷ്യോ എന്ന് പറയുന്നത് പ്രോഫിറ്റ് വോളിയം റേഷ്യോ ആണ്. അതായത് ഇവിടെ നമ്മൾ പ്രോഫിറ്റ് ആയിട്ട് പരിഗണിക്കുന്ന പ്രോഫിറ്റിലേക്ക് ഫിക്സഡ് കോസ്റ്റ് കൂടെ കൂട്ടുന്നത് കൊണ്ട് കോൺട്രിബ്യൂഷൻ ആണ് എടുക്കുക. സോ കോൺട്രിബ്യൂഷന്റെ റേഷ്യോ ആണ് പി വി റേഷ്യോ. ടോട്ടൽ സെയിൽസിന്റെ എത്ര ശതമാനമാണ് കോൺട്രിബ്യൂഷൻ, അതാണ് പി വി റേഷ്യോ. ഓക്കെ, സോ അപ്പൊ കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ. ഇതിൽ നമുക്ക് പി വി റേഷ്യോയുടെ ഇക്വേഷൻ കിട്ടും. എന്തായിരിക്കും പി വി റേഷ്യോ? പി വി റേഷ്യോ ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ്. സെയിൽസിന്റെ എത്ര ശതമാനമാണ് കോൺട്രിബ്യൂഷൻ, അതാണ് പി വി റേഷ്യോ. ഓക്കെ, അപ്പൊ ഈ കോൺട്രിബ്യൂഷന്റെ ഈ 4 ഇക്വേഷൻസും നമ്മൾ പഠിച്ചിരിക്കണം. ഇതിൽ ഏതാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരിക എന്ന് നമുക്ക് അറിയില്ല. ക്വസ്റ്റ്യൻ അനുസരിച്ച് ഏതാണോ വേണ്ടത് അത് അപ്ലൈ ചെയ്യേണ്ടി വരും. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ്. ഇതിൽ നിന്ന് നമുക്ക് മറ്റുള്ള ഇക്വേഷൻസ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. ഈ പ്രോഫിറ്റ് എന്താണ്? പ്രോഫിറ്റ് എങ്ങനെ കാണാം? പ്രോഫിറ്റ് കാണാൻ നമുക്ക് കോൺട്രിബ്യൂഷൻ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. കോൺട്രിബ്യൂഷൻ എന്ത് മൈനസ് ചെയ്താൽ പ്രോഫിറ്റ് കിട്ടാം? കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റും പ്രോഫിറ്റും ആണല്ലോ. സോ കോൺട്രിബ്യൂഷൻ ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്താൽ പ്രോഫിറ്റ് കിട്ടും. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്. പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് ടോട്ടൽ കോസ്റ്റ്. ഇതെല്ലാം അവൈലബിൾ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം, സെയിൽസ് മൈനസ് ടോട്ടൽ കോസ്റ്റ്. അതല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആവുക കോൺട്രിബ്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കോൺട്രിബ്യൂഷൻ ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്താൽ പ്രോഫിറ്റ് കിട്ടും. ഇനി പ്രോഫിറ്റ് കാണാനുള്ള മറ്റൊരു ഇക്വേഷൻ ആണ് മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻറ്റു പി വി റേഷ്യോ. മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ബ്രേക്ക് ഈവൻ അനാലിസിസിൽ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ. മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഈവൻ സെയിലിന് മുകളിലുള്ള സെയിലാണ് മാർജിൻ ഓഫ് സേഫ്റ്റി. ബ്രേക്ക് ഈവൻ സെയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ലോസും പ്രോഫിറ്റും ഇല്ലാത്ത ഒരു ലെവൽ ഓഫ് സെയിലാണ്. ഒരു ലെവൽ ഓഫ് സെയിലിൽ നമുക്ക് പ്രോഫിറ്റും ഉണ്ടാവില്ല, ലോസും ഉണ്ടാവില്ല. അതിന് മുകളിലേക്ക് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവും. അപ്പൊ അതിന് മുകളിലുള്ള ബ്രേക്ക് ഈവൻ സെയിലിന് മുകളിലുള്ള സെയിലാണ് മാർജിൻ ഓഫ് സേഫ്റ്റി. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ ഇക്വേഷൻ? മാർജിൻ ഓഫ് സേഫ്റ്റി കാണാനുള്ള ഇക്വേഷൻ പ്രോഫിറ്റ് ബൈ പി വി റേഷ്യോ ആണ്. മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് കാണാൻ പറ്റും. പ്രോഫിറ്റ് എങ്ങനെ കാണാം? പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻറ്റു പി വി റേഷ്യോ. ഇനി അടുത്ത ഐറ്റമാണ് ഫിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് കാണാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഫിക്സഡ് കോസ്റ്റ് നമുക്ക് എങ്ങനെ കാണാം? ഫിക്സഡ് കോസ്റ്റ് കോൺട്രിബ്യൂഷൻ തന്നിട്ടുണ്ടെങ്കിൽ കോൺട്രിബ്യൂഷനിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യാം? പ്രോഫിറ്റ് മൈനസ് ചെയ്താൽ ഫിക്സഡ് കോസ്റ്റ് കിട്ടും. ഫിക്സഡ് കോസ്റ്റ് ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ മൈനസ് പ്രോഫിറ്റ്. അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് ഇസ് ഈക്വൽ ടു
ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻറ്റു പി വി റേഷ്യോ. ഫിക്സഡ് കോസ്റ്റ് കാണാനുള്ള മറ്റൊരു ഇക്വേഷൻ ആണ് ഫിക്സഡ് കോസ്റ്റ് ഇസ് ഈക്വൽ ടു ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻറ്റു പി വി റേഷ്യോ. എന്താണ് ബ്രേക്ക് ഈവൻ പോയിന്റ്? നമ്മളിപ്പോ പറഞ്ഞു ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ലെവൽ ഓഫ് സെയിൽ അറ്റ് വിച്ച് നോ പ്രോഫിറ്റ്സ് ഓർ നോ ലോസ് അല്ലെ, അവിടെ പ്രോഫിറ്റോ ലോസോ ഇല്ലാത്ത ലെവൽ ഓഫ് സെയിലാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. ആ ബ്രേക്ക് ഈവൻ പോയിന്റിനെ പി വി റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് കിട്ടും. സോ ബ്രേക്ക് ഈവൻ പോയിന്റ് ഇക്വേഷൻ ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്താ ബ്രേക്ക് ഈവൻ പോയിന്റ്? ബ്രേക്ക് ഈവൻ പോയിന്റ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. ഓക്കെ, ബ്രേക്ക് ഈവൻ പോയിന്റ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. ഇനി നമ്മൾ പറഞ്ഞത് പി വി റേഷ്യോയുടെ ഇക്വേഷൻ ആണ്. പി വി റേഷ്യോയുടെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. പി വി റേഷ്യോ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് വോളിയം റേഷ്യോ. ഇവിടെ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഫിക്സഡ് കോസ്റ്റ് കൂടെ ഉൾക്കൊള്ളുന്ന പ്രോഫിറ്റ് ആണ്. അതിനെ നമ്മൾ കോൺട്രിബ്യൂഷൻ എന്ന് വിളിക്കും. ഓക്കെ, സോ പ്രോഫിറ്റ് വോളിയം റേഷ്യോ ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് ഇൻറ്റു 100. ഈ കോൺട്രിബ്യൂഷന്റെ പെർസെന്റേജ് ആണ്. സെയിൽസിന്റെ എത്ര ശതമാനമാണ് കോൺട്രിബ്യൂഷൻ, അതാണ് പി വി റേഷ്യോ. ഈ പി വി റേഷ്യോ കാണാൻ മറ്റൊരു ഇക്വേഷൻ, ഈ കോൺട്രിബ്യൂഷനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ, കോൺട്രിബ്യൂഷനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ കോൺട്രിബ്യൂഷൻ എന്താ? ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ് കോൺട്രിബ്യൂഷൻ. അങ്ങനെ എഴുതാം. കോൺട്രിബ്യൂഷൻ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് മൈനസ് ലോസ് ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 അങ്ങനെ എഴുതാം. ഈ ഒരു ഇക്വേഷൻ ഇങ്ങനെ എഴുതാൻ കാരണം ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാൽക്കുലേഷൻസ് ചെയ്യാനുണ്ടാവും. പി വി റേഷ്യോ ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. ഓക്കെ, പി വി റേഷ്യോ ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അതാണ് പി വി റേഷ്യോ ഇക്വേഷൻ. ദെൻ പി വി റേഷ്യോ കാണാനുള്ള മറ്റൊരു ഇക്വേഷൻ ആണ് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻറ്റു 100. കാരണം നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റിന്റെ ഇക്വേഷനിലും പി വി റേഷ്യോ എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് പി വി റേഷ്യോ കാണാം. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻറ്റു 100. ഇനി പി വി റേഷ്യോ കാണാൻ 2 വർഷത്തെ സെയിലും 2 വർഷത്തെ പ്രോഫിറ്റുമാണ് ക്വസ്റ്റ്യനിൽ തന്നത് എന്നുണ്ടെങ്കിൽ പി വി റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ ആണ് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽ ഇൻറ്റു 100. നമുക്ക് പി വി റേഷ്യോ കാണാനുള്ള 1 വർഷത്തെ കോൺട്രിബ്യൂഷനും സെയിലും തന്നിട്ടില്ല. 2 വർഷത്തെ പ്രോഫിറ്റും 2 വർഷത്തെ സെയിലുമാണ് തന്നതെങ്കിൽ അത് ഉപയോഗിച്ച് പി വി റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ ആണ് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ബൈ ചേഞ്ച് ഇൻ സെയിൽ ഇൻറ്റു 100. ഇക്വേഷൻ നമുക്ക് പലപ്പോഴും ആവശ്യം വരും. ഓക്കെ, പി വി റേഷ്യോയുടെ ഇക്വേഷൻ ഇതും അതുപോലെ ഫസ്റ്റ് ഇക്വേഷനും ഇന്ന് സാധാരണ പ്രോബ്ലം ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് ആണ്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ മറ്റു ഇക്വേഷനിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്തെടുത്തതാണ്. പി വി റേഷ്യോയുടെ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ചാപ്റ്ററിൽ. ഇനി അടുത്ത ഇക്വേഷൻ ആണ് നമ്പർ 6, ബ്രേക്ക് ഈവൻ പോയിന്റ്. ബ്രേക്ക് ഈവൻ പോയിന്റ് നമ്മൾ നേരത്തെ മുകളിൽ പറഞ്ഞു. ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ the level of sale at which there is no profit and no gain, no loss, like gain ഇല്ല ലോസും ഇല്ല, അങ്ങനെ ഒരു ലെവൽ ഓഫ് സെയിൽ ആണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് കാണാൻ ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു ഫിക്സഡ് കോസ്റ്റ് ബൈ പി വി റേഷ്യോ ചെയ്താൽ ബ്രേക്ക് ഈവൻ പോയിന്റ് കിട്ടും. ബ്രേക്ക് ഈവൻ പോയിന്റ് കാണാൻ ഉള്ള ഇക്വേഷൻ ആണ് ഫിക്സഡ് കോസ്റ്റ് ബൈ പി വി റേഷ്യോ. അപ്പൊ നമുക്ക് ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ എമൗണ്ട് ഓഫ് സെയിൽ, വോളിയം ഓഫ് സെയിൽസ് ആണ് കിട്ടുക. എത്ര എമൗണ്ട് സെയിൽസ് നടത്തുമ്പോഴാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് ആവുന്നത്, എത്ര രൂപയുടെ സെയിൽസ് നടത്തുമ്പോഴാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് ആവുന്നത് എന്നുള്ളത് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ എത്ര യൂണിറ്റ് സെയിൽ ചെയ്യുമ്പോഴാണ് ബ്രേക്ക് ഈവൻ സെയിൽ ആവുക എന്ന് കാണണമെങ്കിൽ ബ്രേക്ക് ഈവൻ പോയിന്റിൽ യൂണിറ്റ് കാണണം. അതിൽ ഇക്വേഷൻ ഫിക്സഡ് കോസ്റ്റ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ്. സി ബ്രേക്ക് ഈവൻ പോയിന്റിൽ യൂണിറ്റ് കാണണമെന്നുണ്ടെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. സോ ബ്രേക്ക് ഈവൻ പോയിന്റിന്റെ ഈ 2 ഇക്വേഷൻ ഓർത്ത് നോക്കുക. അതിന്റെ അടുത്ത ഒരു ഇക്വേഷൻ കൂടെ പറഞ്ഞിട്ടുണ്ട്. ബ്രേക്ക് ഈവൻ പോയിന്റ് സെയിൽസ് വോളിയത്തിന്റെ മറ്റൊരു ഇക്വേഷൻ കൂടെ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ ഇൻറ്റു സെയിൽസ്. ഓക്കെ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് സാറേ. ഓക്കെ, സോ
ബ്രേക്ക് ഈവൻ പോയിന്റിന്റെ ഇക്വേഷൻ ഫിക്സഡ് കോസ്റ്റ് ബൈ പി വി റേഷ്യോ, അല്ലെങ്കിൽ യൂണിറ്റിലാണ് കാണണമെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഓക്കെ, ഒന്നാമത്തെ എ, ഇതിലുള്ള ഈ ഇക്വേഷന്റെ ഇക്വേഷൻ തന്നെ വേറെ രീതിയിൽ കൊടുത്തിരിക്കുകയാണ്. ബ്രേക്ക് ഈവൻ പോയിന്റ് സെയിൽസ് വോളിയം ഫിക്സഡ് കോസ്റ്റ് ബൈ കോൺട്രിബ്യൂഷൻ ഇൻറ്റു സെയിൽസ് എന്ന്. അതായത് ഈ പി വി റേഷ്യോയുടെ ഇക്വേഷൻ ആണ് എന്ത്, കോൺട്രിബ്യൂഷൻ ബൈ സെയിൽ എന്നുള്ളത്. പി വി റേഷ്യോ എന്ന് പറയുമ്പോൾ പെർസെന്റേജിലായിരിക്കും ഉണ്ടാവും, ഡിവൈഡഡ് ബൈ പെർസെന്റേജിലാണ് കൊടുക്കുന്നത്. സോ അത് സെയിം ആയിരിക്കും ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ ഇൻറ്റു സെയിൽസ് എന്ന് കൊടുക്കാം. ഇതിനടുത്തതാണ് മാർജിൻ ഓഫ് സേഫ്റ്റി. 7th മാർജിൻ ഓഫ് സേഫ്റ്റി നമ്മൾ പറഞ്ഞു. ബ്രേക്ക് ഈവൻ സെയിലിന്റെ മുകളിലുള്ള സെയിൽസ് ആണ് മാർജിൻ ഓഫ് സേഫ്റ്റി. സോ മാർജിൻ ഓഫ് സേഫ്റ്റി കാണാനുള്ള ഇക്വേഷൻ, നമുക്ക് സെയിൽസ് തന്നിട്ടുണ്ട്, ബ്രേക്ക് ഈവൻ സെയിൽ തന്നിട്ടുണ്ടെങ്കിൽ മാർജിൻ ഓഫ് സേഫ്റ്റി എങ്ങനെ കാണാം? മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് ഈക്വൽ ടു ആക്ച്വൽ സെയിൽ മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽ. ആക്ച്വൽ സെയിൽ നിന്ന് ബ്രേക്ക് ഈവൻ സെയിൽ മൈനസ് ചെയ്താൽ മാർജിൻ ഓഫ് സേഫ്റ്റി കിട്ടും. ഇനി മാർജിൻ ഓഫ് സേഫ്റ്റി കാണാനുള്ള മറ്റൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു, പ്രോഫിറ്റ് ആണ് അല്ലെ. ബ്രേക്ക് ഈവൻ സെയിലിന് മുകളിലൊക്കെ പ്രോഫിറ്റ് ആണല്ലോ. സോ അതിന്റെ ഇക്വേഷൻ പ്രോഫിറ്റ് ബൈ പി വി റേഷ്യോ. മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ബൈ പി വി റേഷ്യോ. ഇനി ഒരു ഇക്വേഷൻ കൂടെ നമ്മൾ പഠിച്ചിരിക്കണം, സെയിൽസ് അറ്റ് എ ഡിസൈർഡ് ലെവൽ ഓഫ് പ്രോഫിറ്റ്. നമ്മൾ ആഗ്രഹിക്കുന്ന പ്രോഫിറ്റ് കിട്ടാൻ എത്ര സെയിൽസ് വേണം? സപ്പോസ് നമുക്കൊരു 10 ലക്ഷം പ്രോഫിറ്റ് വേണം, അതിന് എത്ര സെയിൽസ് വേണം? ഇങ്ങനെയുള്ള കാൽക്കുലേഷന് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഈ ഇക്വേഷൻ, ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈർഡ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ. ഫിക്സഡ് കോസ്റ്റിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന പ്രോഫിറ്റ് 10 ലക്ഷം ആണെങ്കിൽ അത് 10 ലക്ഷം അതിലേക്ക് ആഡ് ചെയ്യാം. ഫിക്സഡ് കോസ്റ്റ് പ്ലസ് 10 lakh ഡിവൈഡ് ബൈ പി വി റേഷ്യോ. അപ്പൊ നമുക്ക് ലെവൽ ഓഫ് സെയിൽ, ഡിസൈർഡ് ലെവൽ ഓഫ് സെയിൽ കിട്ടും. സോ ഇത്ര ഇക്വേഷൻസ് വെച്ചിട്ടാണ് സാധാരണ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുള്ളത്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇത് വെച്ചിട്ട് സോൾവ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിയേ, സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒന്ന് വായിച്ചു നോക്കിയേ. ക്വസ്റ്റ്യൻ നമ്പർ 1 നമ്മൾ ഡിസ്കസ് ചെയ്തത് ബ്രേക്ക് ഈവൻ പോയിന്റ് ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ ബ്രേക്ക് ഈവൻ പോയിന്റ് ഇക്വേഷൻ? ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. യെസ്, ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. കാരണം ഇവിടെ യൂണിറ്റിലാണ് തന്നത്, അതുകൊണ്ട് ആ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഓപ്ഷനിൽ, ഈ ക്വസ്റ്റ്യനിൽ ഓപ്ഷനിൽ തന്നത് യൂണിറ്റ് ആയിട്ടാണ്. സെയിൽസ് വോളിയത്തിലാണ് തരുന്നതെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ ആണ് ചെയ്യാം. സോ ഇവിടെ വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് തന്നിട്ടുണ്ട് 50, ഫിക്സ്ഡ് എക്സ്പെൻസ് 54,000, സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 20. ചെയ്ത് നോക്കിയുള്ള ഓക്കെ, ചെയ്ത് നോക്കിയോ? എങ്ങനെ ചെയ്യും? ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. ബ്രേക്ക് ഈവൻ പോയിന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, 10,800 പ്രശ്നം മെസ്സേജ് കാണുന്നുണ്ട്. ആരാ ഓഡിയോ ഓൺ ആക്കിയിട്ടുള്ളത്? ഓഫാക്കാം. മൈക്ക് ഓൺ ആക്കിയത്. ഓക്കെ, നോക്കാം. ബ്രേക്ക് ഈവൻ പോയിന്റ് കാണാനുള്ള ഇക്വേഷൻ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ
കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ്. ഓക്കെ, ഫിക്സഡ് കോസ്റ്റ് നമുക്കറിയാം, ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? 54,000 ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ് ആണ് അല്ലേ കോൺട്രിബ്യൂഷൻ. നമുക്കറിയാം കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ് ആണ് കോൺട്രിബ്യൂഷൻ. സോ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റിലാണ് തന്നിരിക്കുന്നത്. സോ സെയിൽസ് ഇവിടെ 20 ആണ്, സെല്ലിംഗ് പ്രൈസ് 20 ആണ്, വാരിയബിൾ കോസ്റ്റ് 15 ആണ്. സോ ഈക്വൽ ടു 54,000 ഡിവൈഡഡ് ബൈ 5. ഓക്കെ, 54,000 ഡിവൈഡ് ബൈ 5 നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഡിവൈഡ് ബൈ 10 ചെയ്തിട്ട് ഇൻറ്റു 2 ചെയ്താൽ മതി. ഓക്കെ, 5 കൊണ്ടായിരിക്കുന്നതിന് പകരം 10 കൊണ്ടായിരിക്കും, 2 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടും? 10,800 യൂണിറ്റ്സ്. ക്ലിയർ അല്ലത്? So answer is option D, 10,800 units. ഈ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 2. ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കിയേ. If sales 2004 and 2005 is 10 lakh and 15 lakh respectively, the profit for this period were 2 lakh and 4 lakh, and PV ratio will be. ഇതിന്റെ PV ratio എത്ര? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ PV ratio ആണ് ചോദിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ ആണ്, അതിൽ ഫിക്സഡ് കോസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ കോപ്പി ചെയ്യാം. ഓക്കെ, സ്ക്രീൻ കാണുന്നില്ലേ? ഇവിടെ നമ്മൾ PV ratio ആണ് കാണാൻ. PV ratio കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞേ. PV ratio കാണാനുള്ള ഇക്വേഷൻ change in profit divided by change in sales in 100. Yes, PV ratio equation change in profit by change in sale into 100 ആണ്. കോൺട്രിബ്യൂഷന്റെ പെർസെന്റേജ് ആണ്. കോൺട്രിബ്യൂഷൻ ബൈ സെയിൽ into 100 ആണ്. അതിന്റെ ഡീറ്റെയിൽസ് തന്നിട്ടില്ലെങ്കിൽ ഇവിടെ നമുക്ക് കോൺട്രിബ്യൂഷനും സെയിലും തന്നിട്ടില്ല. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. കോൺട്രിബ്യൂഷൻ ബൈ സെയിൽ into 100 എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ ഏതാണ്? ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ബൈ ചേഞ്ച് ഇൻ സെയിൽ into 100. ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് യൂസ് ചെയ്യാം ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽ into 100. ഇവിടെ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് എത്രയാണ്? ചേഞ്ച് ഇൻ പ്രോഫിറ്റ് 2 lakh. ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റിൽ ഉണ്ടായ ചേഞ്ച്. 2004 10 ലക്ഷം, 2004 2 ലക്ഷം, 2005 4 ലക്ഷം, 2 lakh ആണ് അല്ലെ ചേഞ്ച്. ചേഞ്ച് ഇൻ പ്രോഫിറ്റ് 2 lakh ആണ്. ചേഞ്ച് ഇൻ സെയില് 10 ലക്ഷം ഉള്ളത് 15 ലക്ഷമായി അല്ലെ, 5 lakh. സെയിലിനുണ്ടായ ചേഞ്ച്, സെയിൽ 10 ലക്ഷം ഉള്ളത് 15 ലക്ഷമായിട്ട് ചേഞ്ച് ചെയ്തു. സോ 5 lakh ആണ് ചേഞ്ച് ഇൻ സെയിൽ. സോ ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ബൈ ചേഞ്ച് ഇൻ സെയിൽ into 100, 2 lakh divided by 5 lakh into 100 is equal to എത്ര പെർസെന്റ് ചെയ്യാം? 40%. ഓക്കെ,
ഇവിടെ നമുക്ക് പി വി റേഷ്യോ 40% കിട്ടി. നമ്മൾ ചോദിച്ചിരിക്കുന്നത് പി വി റേഷ്യോ ആണ്. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ക്വസ്റ്റ്യൻ നമ്പർ 3. നോക്കിയേ ക്വസ്റ്റ്യൻ നമ്പർ 3. ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കാം. സെയിം ക്വസ്റ്റ്യൻ ആണ്, സെയിം ക്വസ്റ്റ്യൻ. പക്ഷെ ചോദ്യം ഇതാണ്, ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? എങ്ങനെയാണ് ഫിക്സഡ് കോസ്റ്റ് കാണുക? സെയിം ക്വസ്റ്റ്യൻ, ഫിക്സഡ് കോസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിനെ ഫിക്സഡ് കോസ്റ്റ് ചെയ്ത് നോക്കാം. ഫിക്സഡ് കോസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താ? ഫിക്സഡ് കോസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ, ഫിക്സഡ് കോസ്റ്റ് കാണാൻ നമ്മൾ ഇക്വേഷൻസ് പഠിച്ചു. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ എന്ത് മൈനസ് ചെയ്താൽ മതി? കോൺട്രിബ്യൂഷൻ മൈനസ് പ്രോഫിറ്റ് ആണ് അല്ലെ? ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് അല്ലേ കോൺട്രിബ്യൂഷൻ? സോ കോൺട്രിബ്യൂഷൻ മൈനസ് പ്രോഫിറ്റ് ആണ്. കോൺട്രിബ്യൂഷൻ ഇവിടെ ഫിക്സഡ് കോസ്റ്റ് ഒരു എങ്ങനെ സർ സൗണ്ട് കട്ട് ആവുന്നേ. സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ടോ? ആവുന്നു.
ഹലോ, കേൾക്കുന്നുണ്ടോ? സാർ. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് തേർഡ് ക്വസ്റ്റ്യൻ ആണല്ലേ. ഫിക്സഡ് കോസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. ഫിക്സഡ് കോസ്റ്റ് ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ മൈനസ് പ്രോഫിറ്റ് ആണ്. ഇവിടെ കോൺട്രിബ്യൂഷൻ തന്നിട്ടില്ല, ഇവിടെ കണ്ടുപിടിക്കണം. കോൺട്രിബ്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? കോൺട്രിബ്യൂഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താ? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. അതും ഇവിടെ അവൈലബിൾ അല്ല. സെയിൽസ് ഉണ്ട്, പക്ഷെ വേരിയബിൾ കോസ്റ്റ് തന്നിട്ടില്ല. അപ്പൊ ആ ഇക്വേഷൻ ഇവിടെ പറ്റൂല. പിന്നെയുള്ളത് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ്. അതും ഇവിടെ തന്നിട്ടില്ല. ഓക്കെ, ഫിക്സഡ് കോസ്റ്റ് ആണല്ലോ കാണേണ്ടത്. അവസാനം നാലാമത്തെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫിക്സഡ് കോസ്റ്റ് കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ. ഓക്കെ, കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് കോൺട്രിബ്യൂഷൻ കാണാം. ഏതെങ്കിലും ഒരു വർഷത്തെ ഫിക്സഡ് കോസ്റ്റ് 2 വർഷം സെയിം ആയിരിക്കും. ഏതെങ്കിലും ഒരു വർഷത്തെ ഡാറ്റ എടുക്കാൻ മതി. നമുക്ക് എളുപ്പത്തിന് ഫസ്റ്റ് ഇയറിന്റെ ഡാറ്റ എടുക്കാം. ഫസ്റ്റ് ഇയറിൽ സെയിൽസ് എത്രയാണ്? 2004 സെയിൽസ് 10 ലക്ഷം അല്ലെ. 10 ലക്ഷം ഇൻറ്റു പി വി റേഷ്യോ എത്രയാ? പി വി റേഷ്യോ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് 40%. ഇത് കണ്ടിട്ടില്ലെങ്കിൽ അത് കാണണം. സോ കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു 4 lakh. ഓക്കെ, 2004 കോൺട്രിബ്യൂഷൻ 4 lakh ആണ്. ആ വർഷം പ്രോഫിറ്റ് എത്രയാണ്? കോൺട്രിബ്യൂഷൻ 2004 4 lakh ആണ്. 2004 പ്രോഫിറ്റ് 2 lakh. 2 lakh ആണ്. സോ ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? ഫിക്സഡ് കോസ്റ്റ് ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ മൈനസ് പ്രോഫിറ്റ്. 4 lakh മൈനസ് 4 lakh ആണ് കോൺട്രിബ്യൂഷൻ. പ്രോഫിറ്റ് 2 lakh is equal to 2 lakh. 2 lakh ആണ് ഫിക്സഡ് കോസ്റ്റ്. അപ്പൊ ഇത് 2005 ചെയ്താലും ഇതേ ആൻസർ തന്നെ കിട്ടാം. ഓക്കെ, 2005 ചെയ്യുകയാണെങ്കിൽ ഇതേ സെയിം ആൻസർ ആണ് കിട്ടുക. 2005 ചെയ്ത് നോക്കിയാൽ 2005 ഏതെങ്കിലും ഒരു വർഷത്തെ ചെയ്താൽ മതി. 2005 കോൺട്രിബ്യൂഷൻ സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ. സെയിൽസ് 15 ലക്ഷമാണ്. 15 ലക്ഷം ഇൻറ്റു പി വി റേഷ്യോ 40% ഈക്വൽ ടു 15 ലക്ഷത്തിന്റെ 40% എന്ന് പറയുമ്പോൾ 6 lakh. 6 lakh പ്രോഫിറ്റ്. 2005 പ്രോഫിറ്റ് എത്രയാണ്? 2005 പ്രോഫിറ്റ് 4 lakh ആണ് അല്ലേ. 4 lakh. സോ കോൺട്രിബ്യൂഷൻ മൈനസ് പ്രോഫിറ്റ് ഇവിടെ 2 lakh. ഫിക്സഡ് കോസ്റ്റ് 2 lakh. ഓക്കെ, ഇപ്പോ ചെറിയ ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ ചെയ്യണമെങ്കിൽ കുറച്ച് വളഞ്ഞ് ചെയ്യണം. കാരണം ആദ്യം പി വി റേഷ്യോ കാണും, പിന്നീട് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം, അതിൽ നിന്ന് പ്രോഫിറ്റ് മാനേജ് ചെയ്യണം. അങ്ങനെ നമുക്ക് ഇവിടെ ഫിക്സഡ് കോസ്റ്റ് കിട്ടും. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 3. ഡൗട്ട് ഉണ്ടോ അതിൽ? ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 4. ക്വസ്റ്റ്യൻ നമ്പർ 4 ഒന്ന് ചെയ്ത് നോക്കിയാൽ. Profit of the company 1 lakh. PV ratio 40%. Margin of safety എത്ര? മാർജിൻ ഓഫ് സേഫ്റ്റിയുടെ ഇക്വേഷൻ എത്രയാ? ഇക്വേഷൻ എന്താ? മാർജിൻ ഓഫ് സേഫ്റ്റി ഇക്വേഷൻ പ്രോഫിറ്റും പി വി റേഷ്യോ തന്നാൽ മാർജിൻ ഓഫ് സേഫ്റ്റി നമുക്ക് ഈസി ആയിട്ട് കാണാം അല്ലേ? എന്താണ് മാർജിൻ ഓഫ് സേഫ്റ്റി? മാർജിൻ സേഫ്റ്റി എന്നാൽ എന്താണ്? പ്രോഫിറ്റ് ബൈ പി വി റേഷ്യോ ആണ്. സോ അത് അപ്ലൈ ചെയ്താൽ മതി. പ്രോഫിറ്റ് ബൈ പി വി റേഷ്യോ അപ്ലൈ ചെയ്താൽ മാർജിൻ ഓഫ് സേഫ്റ്റി. Margin of safety is equal to profit divided by PV ratio. Profit ഇവിടെ തന്നിട്ടുണ്ട്. Profit 1 lakh.
1 lakh ആണ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ 40%. 1 lakh divided by 40%. 1 lakh divided by 40% എന്ന് പറഞ്ഞാൽ 2 lakh. 2 lakh 50 അല്ല. 1 lakh divided by 40 into 100 ആണ്. പെർസെന്റേജ് എന്ന് പറയുമ്പോൾ 40 into 100 ആണ്. Okay. Is equal to 2,50,000. Okay. 2,50,000 ആണ് മാർക്ക് റെസിപ്റ്റ്. 2,50,000. Next, question number 5. Sale 2 lakh, 20 lakh. PV ratio 20%. What is total variable cost? Simple question. Sale 20 lakh. PV ratio 25%. What is total variable cost? എത്രയായിരിക്കും variable cost? %60. എത്രയാ? 60%. 60%. എങ്ങനെ കിട്ടിയത് 60%? PV ratio എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂഷന്റെ പെർസെന്റേജ് ആണ്. അതായത് കോൺട്രിബ്യൂഷൻ ബൈ സെയിൽ ആണ് 25%. ചോദിച്ചിരിക്കുന്നത് വാരിയബിൾ കോസ്റ്റ് ആണ്. അല്ലെ സെയിൽസിന്റെ 25% കോൺട്രിബ്യൂഷൻ, ബാക്കി 75% എന്തായിരിക്കും? സെയിൽസിന്റെ 25% കോൺട്രിബ്യൂഷൻ. PV ratio എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂഷന്റെ പെർസെന്റേജ് ആണ്. സെയിൽസിന്റെ 25% കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ ബാക്കി 75% ആയിരിക്കും കോൺട്രിബ്യൂഷൻ. അതെ 75%. അതിന്റെ താഴെയുള്ളതാ കണ്ടത്. താഴെയുള്ളതാ കണ്ടത്. ബാക്കി 75% വാരിയബിൾ കോസ്റ്റ് ആയിരിക്കും. സോ സെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട്. സെയിൽസിന്റെ 75% ആയിരിക്കും വാരിയബിൾ കോസ്റ്റ്. അപ്പൊ ആൻസർ 15 lakh അല്ലേ? മനസ്സിലായില്ലേ? PV ratio എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ ബൈ സെയിൽ ആണ്. സെയിലിന്റെ 25% ആണ് PV ratio അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ. സോ വാരിയബിൾ കോസ്റ്റ് ബാക്കി 75%. അപ്പൊ എപ്പോഴും അത് ഓർത്ത് വെക്കണം. PV ratio തന്നാൽ വാരിയബിൾ കോസ്റ്റ് ബാലൻസ് ആയിരിക്കും. വാരിയബിൾ കോസ്റ്റ് എന്നാൽ ബാക്കി ബാലൻസ് PV ratio ആയിരിക്കും. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6. Question number 6. The present break-even sale 10 lakh. Percentage of variable cost on sale 60%. What is fixed cost? Fixed cost of that. Break-even sale തന്നിട്ടുണ്ട്. Break-even sale തന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും break-even sale equation ഒന്ന് എഴുതി നോക്കാം. Break-even sale is equal to break-even point is equal to initial പറയുന്നത് 4 lakh. Okay, Fixed cost divided by PV ratio. Yes, break-even point is equal to fixed cost by PV ratio. PV ratio. Yes, fixed cost by PV ratio. The percentage variable cost on sale 60% പറഞ്ഞിട്ടുണ്ട്. Variable cost in the percentage 60% ആണ്. നമ്മളിപ്പോ ജസ്റ്റ് പറഞ്ഞിട്ടുള്ളൂ വാരിയബിൾ കോസ്റ്റ് 60% ആണെങ്കിൽ കോൺട്രിബ്യൂഷൻ എത്രയായിരിക്കും? കോൺട്രിബ്യൂഷൻ 40% ആയിരിക്കും. ഓക്കെ, കോൺട്രിബ്യൂഷൻ അതായത് കോൺട്രിബ്യൂഷൻ 40% എന്നാണ്. PV ratio 40% ആയിരിക്കും. ഓക്കെ, സോ ബ്രേക്ക് ഈവൻ സെയിൽ 10 lakh ആണ്.
ഈ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പി വി റേഷ്യോ ആണ് അല്ലേ? ഇത് പി വി റേഷ്യോ ആണ്, അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയാം. പി വി റേഷ്യോ അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ 40%. ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടും. ബ്രേക്ക് ഈവൻ സെയിൽ എന്നാണ് 10 ലക്ഷമാണ്. 10 ലക്ഷം എന്ന് പറഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. പി വി റേഷ്യോ 40% ആണ്. സോ ഫിക്സഡ് കോസ്റ്റ് എത്രയായിരിക്കും? കോസ്റ്റ് 4 lakh ആണ് പറയുന്നത്. Yes, 4 lakh ആണ് പറയുന്നത്. Okay, 4 lakh. ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, ബ്രേക്ക് ഈവൻ സെയിൽ ആകുമ്പോൾ അവിടെ പ്രോഫിറ്റ് ഉണ്ടാവില്ല. ബ്രേക്ക് ഈവൻ സെയിലിൽ പ്രോഫിറ്റ് ഉണ്ടാവില്ല. ബ്രേക്ക് ഈവൻ സെയിൽ 10 lakh എന്ന് പറയുമ്പോൾ അവിടെ പ്രോഫിറ്റ് ഉണ്ടാവില്ല. അപ്പോ കോൺട്രിബ്യൂഷൻ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണല്ലോ കോൺട്രിബ്യൂഷൻ. സോ കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു, കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് അല്ലേ? കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ്. അപ്പൊ ഇവിടെ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ ബാക്കി ഫിക്സഡ് കോസ്റ്റ് കോൺട്രിബ്യൂഷൻ ഇവിടെ കോൺട്രിബ്യൂഷൻ ഒന്നുമില്ല. ബ്രേക്ക് ഈവൻ സെയിൽ ആണെന്നല്ല, ബ്രേക്ക് ഈവൻ സെയിൽ. ഓക്കെ, കോൺട്രിബ്യൂഷൻ കൊടുക്കില്ല. വേറെ ഏതെങ്കിലും രീതിയിൽ ചെയ്തിട്ടുണ്ടോ? അനീഷ് എങ്ങനെ ചെയ്ത്? എഡ്യൂക്കേഷനാണോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 7. Okay, question number 7 is selling price per unit and variable cost per unit of X is 50 and 30 respectively. Total cost is 25 lakh. What is break even sale? Break even sale and solution. Total fixed cost is 25 lakh. Break even sale का allocation में करेगा. And the break even indication. Break even sale indication में करें. Break even sale इवड़े हमने किया. Break even sale is equal to. ബ്രേക്ക് ഈവൻ സെയിൽ ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് യൂണിറ്റിലാണോ അതല്ല വോളിയം ഓഫ് സെയിൽസിലാണോ എന്ന് ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ നോക്കണം. ക്വസ്റ്റ്യൻ ഓപ്ഷനിൽ നോക്കിയാൽ ക്വസ്റ്റ്യൻ ഓപ്ഷനിൽ യൂണിറ്റിലല്ല, കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഓക്കെ, കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ചെയ്താൽ യൂണിറ്റിലാണ് കിട്ടുക. ഇവിടെ നമ്മുടെ ഓപ്ഷനിൽ യൂണിറ്റിലല്ല തന്നത്. ഓക്കെ, യൂണിറ്റിൽ കിട്ടിയിട്ട് അതിനെ ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് ചെയ്താലും മതി. യൂണിറ്റ് കണ്ടിട്ട് ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് ചെയ്താൽ മതി, ആൻസർ കിട്ടും. അല്ലെങ്കിൽ വോളിയം ഓഫ് സെയിൽസിൽ കാണാൻ ലൊക്കേഷൻ എന്താണ്? ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. ഇങ്ങനെ ചെയ്യാം. ഇവിടെ ഫിക്സഡ് കോസ്റ്റ് 25 lakh ആണ്. 25 lakh ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ ഇവിടെ കാണും. പി വി റേഷ്യോ എത്രയാണ്? പി റേഷ്യോ ഇവിടെ സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റും. പി വി റേഷ്യോ കാണാൻ ഇവിടെ സെയിൽസും തന്നിട്ടുണ്ട്, വേരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ പി വി റേഷ്യോ നമുക്ക് കാണാൻ പറ്റും. പി വി റേഷ്യോ ഇസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ് പി വി റേഷ്യോ. അതായത് കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ്. കോൺട്രിബ്യൂഷൻ ഇക്വേഷൻ ആണ് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ് പി വി റേഷ്യോ. ഇസ് ഈക്വൽ ടു 50 മൈനസ് 30 divided by 50 into 100. So PV ratio is equal to 25 into 100. It's equal to 40%. PV ratio 40%. 25 lakh divided by 40%.
equal to എത്ര വരുന്നത് 25 lakh divided by 40% ചെയ്തിട്ട് 2.5 ഇരട്ടി ഉണ്ടാവും അല്ലേ ഇൻറ്റു 2.5 ചെയ്യുന്നതിന് തുല്യമാണ് കാരണം 40 ഇൻറ്റു 100 എന്ന് വരും അപ്പൊ 100 ബൈ 40 എന്ന് പറഞ്ഞാൽ 2.5 ക്ലിയർ അല്ലേ 25 lakh divided by 40% എന്ന് പറയുമ്പോൾ 40 into 100 എന്നാ വരിക ഈ 100 by 40 നമുക്ക് ചെയ്താൽ 2.5 ആണ് 2.5 കൊണ്ട് ഇങ്ങനെ വിളിച്ചാൽ മതി ഇപ്പൊ 25 ലാഖിനെ 2.5 കൊണ്ട് വിളിച്ചാൽ 62,000 62 lakh. 62 lakh 50,000 അല്ലേ 62 lakh 50,000. 62 lakh 50,000 അത് ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ഇക്വേഷനൊക്കെ ഓർമ്മ ഇംഗ്ലീഷ് കാണാൻ ബുദ്ധിമുട്ടാണ് എന്ന് തോന്നി കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി ഫിക്സഡ് കോസ്റ്റ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ചെയ്യുക എന്നിട്ട് സെല്ലിംഗ് പ്രൈസ് കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യാം അങ്ങനെ ചെയ്താൽ മതി അങ്ങനെ വരുമ്പോൾ നോക്കിയേ ബ്രേക്ക് ഈവൻ സെയിൽ കാണാൻ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഈക്വൽ ടു 25 lakh divided by contribution per unit ഇവിടെ 50 minus 30 20 okay 25 lakh divided by 20 എന്ന് പറഞ്ഞാൽ എത്ര വരിക 25 lakh divided by 20 divided by 10 എന്ന് പറയുമ്പോൾ 2,30,000 ഇതിന്റെ പകുതി 1,25,000 വരിക അല്ലേ 1,25,000 okay so ഇനി അതിന്റെ വോളിയം ഓഫ് സെയിൽസ് കാണാൻ ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് ചെയ്താൽ മതി സെല്ലിംഗ് പ്രൈസ് ചെയ്യാം so it is equal to 62,50,000 ഏതെളുപ്പം വരുന്നത് ഓക്കെ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് എളുപ്പം ആ മെത്തേഡിൽ ചെയ്യാം ക്ലിയർ അല്ലല്ലോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 8 margin of safety of the company is 40%. When sales 1 lakh and PV ratio 50%, fixed cost of that. Margin of safety 40%, sales 1 lakh, PV ratio 50%, fixed cost of that. How change നോക്കാനുണ്ട്
ഓക്കെ, സോറി, മൈക്ക് ഓഫ് ആയിരുന്നു അല്ലേ? ഇതിന് ആൻസർ നിങ്ങൾക്ക് ക്ലിയർ ആയോ? Margin of safety 40%, then sales 1 lakh and PV ratio 50%. Fixed cost of the company is fixed cost. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ ഒന്നും റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ട് അറിയുന്നില്ല. ഫിക്സഡ് കോസ്റ്റിന്റെ ഇക്വേഷൻ നമുക്കറിയാം, കോൺട്രിബ്യൂഷൻ മൈനസ് പ്രോഫിറ്റ് ആണ്. audible, Mujib? Yes, yes sir, മനസ്സിലായി. Okay. 30,000 answer. Okay. Answer 30,000. Okay, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതാണ്. ഫിക്സഡ് കോസ്റ്റ് കോൺട്രിബ്യൂഷൻ മൈനസ് പ്രോഫിറ്റ് ആണ്. കോൺട്രിബ്യൂഷന്റെ ഇക്വേഷൻ നമുക്കറിയാം, സെയിൽസ് ഇൻടു പി വി റേഷ്യോ. അത് നമുക്ക് 50,000 കിട്ടി. പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിച്ചത് ഈ മാർജിൻ ഓഫ് സേഫ്റ്റിയുടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ 40% ആണ്. അതായത് മാർജിൻ ഓഫ് സേഫ്റ്റി ഇക്വേഷൻ പ്രോഫിറ്റ് ബൈ പി വി റേഷ്യോ ആണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റിന്റെ പെർസെന്റേജ് കിട്ടും, 20%. സോ പ്രോഫിറ്റ് 20% എന്ന് പറഞ്ഞാൽ 20,000 ആണ്. ഫിക്സഡ് കോസ്റ്റ് ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ മൈനസ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു 50,000 മൈനസ് 20,000, 30,000 ആണ്. ഓക്കെ, 30,000 ആണ് ആൻസർ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9. വേറെ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ശരിക്കും എൻ്റെ ഒരു കാൽക്കുലേറ്റർ ഇല്ല, അതുകൊണ്ട് അങ്ങനെ കിട്ടുമെന്ന് അറിയില്ല. മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് 40% ആണല്ലോ. അതെ. ഓക്കെ, അതായത് ഒരു സെയിൽസിന്റെ പിന്നെ 40 ഒരു പെർട്ടിക്കുലർ പോയിന്റിന് ശേഷം ബ്രേക്ക് ഈവൻ എത്തുന്നു, പിന്നെ അതിന് ശേഷം സെയിൽസ് വരുന്നു, ആ പോർഷൻ 40% ആണ്, അങ്ങനെയല്ലേ അർത്ഥം? അതെ, അത് സെയിൽസിന്റെ 40% ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. പറ്റില്ല. ഓക്കെ, ഒരു പോയിന്റ് വന്നു, ആ പോയിന്റിന് ശേഷമുള്ള സെയിൽസ് ആ ഭാഗം 40% ആണ്. അതെ, ആ ഭാഗം 40% ആണ്. ടോട്ടൽ എത്ര ആയിരിക്കും? എങ്ങനെ? അപ്പൊ അതിന് മുന്നേ മീൻസ് ഒരു ലൈൻ വരയ്ക്കുകയാണ്, ഒരു ലൈൻ വരച്ചിട്ട് അതിന്റെ ഒരു പോയിന്റ് കിട്ടും, ആ പോയിന്റ് ഇത് ഫിക്സഡ് കോസ്റ്റ്. പോയിന്റിന് ശേഷം എൻഡ് ഓഫ് ദ സെയിൽ, അതായത് ടോട്ടൽ സെയിൽ, ഇത് വേരിയബിൾ കോസ്റ്റ്, ഇങ്ങനെയാണ് വരിക. ഇവിടെയാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് വരിക. ഇതിന്റെ മുകളിലേക്കുള്ള സെയിലാണ് മാർജിൻ ഓഫ് സേഫ്റ്റി. ഇവിടെയാണ് വരിക. ഇവിടുന്ന് ഇങ്ങോട്ടില്ല. ഇപ്പൊ ഈ ഒരു പോയിന്റ് അടിയിലേക്ക് ഇട്ട് കഴിഞ്ഞാല് ഇങ്ങോട്ടുള്ള ഏരിയ ലെവൽ ഓഫ് സെയിൽ, ഇത് മാർജിൻ ഓഫ് സേഫ്റ്റി ആണ് ഇങ്ങോട്ടുള്ളത്. ഇനി ഇങ്ങോട്ട് കൂട്ടുകയാണെങ്കിൽ യൂണിറ്റിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങോട്ടുള്ളത് മാർജിൻ ഓഫ് സേഫ്റ്റി ആണ്. ഇനി യൂണിറ്റ്സ് ഇങ്ങോട്ടുള്ളത് മാർജിൻ ഓഫ് സേഫ്റ്റി. അതെ. അപ്പൊ അതിന്റെ അപ്പം ഓക്കെ, നമ്മൾ മാർജിൻ സേഫ്റ്റി ഇവിടുന്ന് അങ്ങോട്ടേക്ക് മാർജിൻ സേഫ്റ്റി ആണ്. അപ്പം മാർജിൻ സേഫ്റ്റി വരെയുള്ള പോയിന്റ് 0 to ആ ഒരു പോയിന്റ് വരെ എക്സ് ഡയഗ്രത്തിൽ എടുക്കുകയാണെങ്കിൽ എത്ര പെർസെന്റേജ് വരും ഇങ്ങോട്ടേക്ക് 0ലേക്ക്? അത് ബ്രേക്ക് ഈവൻ പോയിന്റ് ആണ്. അത് എത്ര പെർസെന്റേജ് നമ്മൾ കാണുന്നത്? പെർസെന്റേജ് നമുക്ക് സെയിൽസിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് പെർസെന്റേജ് കാണിക്കാം. ഇത് നമ്മൾ സെയിൽസിന്റെ പെർസെന്റേജ് അല്ല കാണിക്കുന്നത്, ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ എന്ന് പറഞ്ഞിട്ടാണ് പെർസെന്റേജ് കാണിക്കുന്നത്. ഓക്കെ, നമുക്കിത് വോളിയത്തിലാണ് ശരിക്കും ഇതിന്റെ വാല്യൂ നമുക്ക് ആവശ്യമുള്ളത്. പക്ഷെ ഇവിടെ നമുക്ക് ഈ പെർസെന്റേജിൽ കണ്ടാലേ എനിക്ക് ഫിഗർ ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഈ 20% കണ്ടുപിടിച്ചത്. ഓക്കെ, ഇതിപ്പോ നീ പറഞ്ഞല്ലോ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഫിക്സ്ഡ് കോസ്റ്റ് ബൈ പി വി റേഷ്യോ ആണ്. പി വി റേഷ്യോ എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ ബൈ സെയിൽ ഇൻടു 100 ആണ്. അതൊരു കോമൺ ഫിഗറിൽ നമ്മൾ പെർസെന്റേജ് എടുക്കുമ്പോഴേ നമുക്ക് എല്ലാറ്റിനെയും കമ്പയർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് കോമൺ ഫിഗറിൽ, അതായത് സെയിൽസിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് എടുക്കുന്നതിന് നമുക്ക് കമ്പയർ ചെയ്യാം. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ വാരിയബിൾ കോസ്റ്റിന്റെ പെർസെന്റേജ് 60 ആണെങ്കിൽ ബാക്കിയുള്ള 40 കോൺട്രിബ്യൂഷന്റെ പെർസെന്റേജ് ആണ് പറഞ്ഞത്. കാരണം കോൺട്രിബ്യൂഷന്റെ പെർസെന്റേജ് കാണുന്നത് കോൺട്രിബ്യൂഷൻ ബൈ സെയിൽ ഇൻടു 100 ആണ്.
വേരിയബിൾ കോസ്റ്റ് നമ്മൾ പെർസെൻറ്റേജ് ആണെങ്കിൽ വേരിയബിൾ കോസ്റ്റ് ബൈ സെയിൽ ഇൻറ്റു 100 ആണ്. എല്ലാത്തിനും സെയിൽ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് പെർസെൻറ്റേജ് കാണുന്നത്. ഓക്കെ 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 ഓക്കെ. ഇതല്ലാതെ വേറൊരു രീതിയിൽ കാണാൻ കഴിയില്ല അല്ലെ? അങ്ങനെ ഈ സെയിൽസ് ഈ മാർജിനൽ സേഫ്റ്റി അപ്ലൈ ചെയ്യുന്ന രീതിയിൽ ഇല്ല, മാർജിനൽ സേഫ്റ്റി അപ്ലൈ ചെയ്യുന്നത് വേറെ. നമുക്ക് ആക്ച്വൽ സെയിലിൽ മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ആക്ച്വൽ സെയിൽ ഇവിടെ വെൻ സെയിൽ 1 lakh തന്നിട്ടുണ്ട്. ഇനി ബ്രേക്ക് ഈവൻ സെയിൽ ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ബ്രേക്ക് ഈവൻ സെയിൽ കാണാമായിരുന്നു. ഓക്കെ, അങ്ങനെ മാർജിനൽ സേഫ്റ്റി കാണാം. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കാണാം. ഇനി നമുക്ക് ഈ ഗ്രാഫുകൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഈ ചാപ്റ്ററിൽ തന്നെ അവസാന പാർട്ടിൽ ബ്രേക്ക് ഇവൻസ് അനാലിസിസ് ഗ്രാഫിന്റെ ഡിസ്കഷൻ വരുന്നുണ്ട്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ പി വി റേഷ്യോ. ക്വസ്റ്റ്യൻ നമ്പർ 9. ഇത് ചെയ്യാൻ പറ്റില്ലേ പെട്ടെന്ന്? പി വി റേഷ്യോ കാണാം. ചെയ്ത് നോക്കിയാൽ ഫിക്സഡ് കോസ്റ്റ് 4000, ബ്രേക്ക് ഈവൻ പോയിന്റ് 20,000. പി വി റേഷ്യോ എത്രയാണ്? ഓക്കെ, കൃഷ്ണമണി 20% പറയുന്നു. ഓക്കെ, വേറെ ആർക്കെങ്കിലും ആൻസർ കിട്ടിയോ? സെയിം ആൻസർ ആണോ കിട്ടുന്നത്? ഫിക്സഡ് കോസ്റ്റും ബ്രേക്ക് ഈവൻ പോയിന്റ് തന്നിട്ടുണ്ട്. പി വി റേഷ്യോ ആണ് കാണുന്നത്. ഫിക്സഡ് കോസ്റ്റ് 4000 ബ്രേക്ക് ഈവൻ പോയിന്റ് 20,000. ഫിക്സഡ് കോസ്റ്റ് 4000, ബ്രേക്ക് ഈവൻ പോയിന്റ് 20,000. സോ പി വി റേഷ്യോ അല്ലേ ചോദിച്ചത്? പി വി റേഷ്യോ നമുക്ക് ഈസി ആയിട്ട് കാണാം. പി വി റേഷ്യോ എത്രയാണ്? കാരണം ഇവിടെ നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് തന്നിട്ടുണ്ട്. ബ്രേക്ക് ഈവൻ പോയിന്റിന്റെ ഇക്വേഷൻ എഴുതാം. ബ്രേക്ക് ഈവൻ പോയിന്റ് ഇക്വേഷൻ എഴുതുമ്പോൾ ഈ തന്നിരിക്കുന്ന ഐറ്റംസ് ഉള്ളത് നോക്കാം. ഫിക്സഡ് കോസ്റ്റും പി വി റേഷ്യോ ഉള്ള ബ്രേക്ക് ഈവൻ പോയിന്റിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ. ഫിക്സഡ് കോസ്റ്റ് ബൈ പി വി റേഷ്യോ ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് പി വി റേഷ്യോ കാണാൻ പറ്റും. പി വി റേഷ്യോ എങ്ങനെയാണ് കാണാം? പി വി റേഷ്യോ ഇസ് ഈക്വൽ ടു, പി വി റേഷ്യോ കൊണ്ട് എടുത്ത് എഴുതുമ്പോൾ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ, മുകളിലുള്ളത് അവിടെ തന്നെ ഉണ്ടാവും, ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ബ്രേക്ക് ഈവൻ പോയിന്റ്സ്. ഓക്കെ, പി വി റേഷ്യോ ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ബ്രേക്ക് ഈവൻ പോയിന്റ്. അതിലുള്ള നമുക്ക് തന്നിട്ടുണ്ടല്ലോ. ഫിക്സഡ് കോസ്റ്റ് 4000 ആണ്. 4000 divided by ബ്രേക്ക് ഈവൻ പോയിന്റ് 20,000. ഓക്കെ, പി വി റേഷ്യോ പെർസെൻറ്റേജ് കാണുന്നുണ്ട് ഇൻറ്റു 100 ചെയ്യാം. ഇറ്റ് ഈസ് ഈക്വൽ ടു 5, 4, 20% ആണ് വരുന്നത്. 4/20 അല്ലേ? 20% ഉണ്ട്. ഓക്കെ, അത് ക്ലിയർ അല്ലേ? ഇതിനടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 10. ഫിക്സഡ് കോസ്റ്റ് 10,000, പി വി റേഷ്യോ 40%, ബ്രേക്ക് ഈവൻ പോയിന്റ് ആണ്. സിമ്പിൾ ആയിട്ട് ചെയ്യാം. എത്ര ആൻസർ? ക്വസ്റ്റ്യൻ നമ്പർ 10. ഓക്കെ, 20,000.
സെയിം ആൻസർ ആണ് കിട്ടുന്നത്. ഫിക്സഡ് കോസ്റ്റ് 10,000, പി വി റേഷ്യോ 50%. അല്ലേ? പെട്ടെന്ന് ചെയ്യണം. 10,000 ഫിക്സഡ് കോസ്റ്റ് ബൈ പി വി റേഷ്യോ ആണ് ബ്രേക്ക് ഇവൻ പോയിന്റ്. ഓക്കെ, 20,000 ആണല്ലോ. 10,000 ഡിവൈഡ് ബൈ 50%. ഡിവൈഡ് ബൈ 50% എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇൻറ്റു 2 ചെയ്യുന്നതിന് തുല്യമായിരിക്കും. ഇൻറ്റു 2 ചെയ്യുന്നതിന് തുല്യമായിരിക്കും. ഡിവൈഡ് ചെയ്യുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അത് 20,000 ആണ് ആൻസർ കിട്ടുന്നത്. Then question number 11. PV ratio 40%, sales 10,000, variable cost എത്ര? PV ratio 40%. 6,000. Yes, 6,000. 6,000 ആണ്. ഓക്കെ, PV ratio 40% എന്ന് പറയുമ്പോൾ variable cost പാർട്ടിന് വേരിങ് ആണ് 60%. So sales in the 60%, 6,000. Next, margin of safety 20%, PV ratio 60%. Profit account. Margin of safety 20%, PV ratio 60%. Profit. Krishnavedi പറയുന്നത് 12%. അനീഷിച്ചൊന്ന് പറയുന്നു. ഓക്കെ, 12% ആണ് അല്ലേ? കാരണം ഇവിടെ മാർജിൻ ഓഫ് സേഫ്റ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം, പ്രോഫിറ്റ് ബൈ പി വി റേഷ്യോ. മാർജിൻ ഓഫ് സേഫ്റ്റിയുടെ ഇക്വേഷൻ പ്രോഫിറ്റ് ബൈ പി വി റേഷ്യോ ആണ്. സോ പ്രോഫിറ്റ് ഇൻഡിക്കേഷൻ എന്തായിരിക്കും? മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻറ്റു പി വി റേഷ്യോ ആണ്. ഓക്കെ, അതേ ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കിട്ടേണ്ട ആവശ്യമില്ലല്ലോ, ക്ലിയർ അല്ലത്? മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ബൈ പി വി റേഷ്യോ ആണ്. സോ പി വി റേഷ്യോ, ഇതിൽ നിന്ന് പി വി റേഷ്യോ ഇക്വേഷൻ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം? പി വി റേഷ്യോ എന്ന് പറഞ്ഞാൽ പി വി റേഷ്യോ ഈക്വൽ ടു ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പി വി റേഷ്യോ അല്ല, പ്രോഫിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ആണ് ചോദിക്കുന്നത്. സോ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു margin of safety into PV ratio. Okay, ഇതെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ അല്ലേ? പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻറ്റു പി വി റേഷ്യോ ആയിരിക്കും. കാരണം പ്രോഫിറ്റിനെ പി വി റേഷ്യോ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് മാർജിൻ ഓഫ് സേഫ്റ്റി കിട്ടുന്നത്. സോ ഇത് രണ്ട് കുറച്ചാലാണ് പ്രോഫിറ്റ്. ഓക്കെ, ആ ഒരു ഇക്വേഷൻ അപ്പോൾ 20% ഇൻറ്റു 60% അല്ലേ? 20% into 60% എന്ന് പറഞ്ഞാൽ 12% ആണ്. ഇതിനടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 13. സെയിൽസ് 2 lakh, ഫിക്സ്ഡ് കോസ്റ്റ് 30,000, PV ratio 40%, പ്രോഫിറ്റ് account. ഓക്കെ, അനീഷ് പറയുന്നു 50,000. വേറെ ആൻസർ ഉണ്ടോ? ചെയ്ത് നോക്കിയേ. സെയിൽസ് 2 lakh ആണ്. സെയിൽസും പി വി റേഷ്യോ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിന് മൾട്ടിപ്ലൈ ചെയ്യണം. പി വി റേഷ്യോ കണ്ടു കഴിഞ്ഞാൽ സെയിൽസ് ഉണ്ടെങ്കിൽ അതിന് മൾട്ടിപ്ലൈ കോൺട്രിബ്യൂഷൻ. കാരണം നമ്മുടെ ഈ ചാപ്റ്ററിൽ കോൺട്രിബ്യൂഷൻ അത്രയും ഇമ്പോർട്ടൻറ്റ്. കോൺട്രിബ്യൂഷന്റെ ബേസിലാണ് എല്ലാം ചെയ്യുന്നത്. നമുക്ക് കോൺട്രിബ്യൂഷൻ 2 lakh into 40% കോൺട്രിബ്യൂഷൻ കിട്ടി. 80,000 കോൺട്രിബ്യൂഷൻ കിട്ടി. കോൺട്രിബ്യൂഷന് ഫിക്സ്ഡ് കോസ്റ്റ് കുറച്ചാൽ പ്രോഫിറ്റ് കിട്ടും. So profit is equal to contribution minus fixed cost. 50,000 ആണ് ആൻസർ. ഓക്കെ, ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 14.
Question number 14 നോക്കാം. Question number 14. Ascertain the sale when fixed cost 20,000, profit 10,000, break even 40,000. Anish, you are at 60,000. $60,000 എങ്ങനെ കിട്ടും മനീഷ്? $60,000 എങ്ങനെ കിട്ടുന്നത്? ഇവിടെ ഫിക്സഡ് കോസ്റ്റ് PV ratio 50% നോക്കുന്നു. PV ratio 50% എങ്ങനെ കണ്ടത്? Okay, contribution fixed cost plus profit എടുത്തല്ലേ? 20,000 plus 10,000 fixed cost plus profit 30,000 contribution ആയിട്ട് എടുത്തു. Then contribution by sale. PV ratio കൊണ്ടിരിക്കുന്നത് 20,000 divided by 40,000 അടുത്തത്. ഓക്കെ, ഇവിടെ നോക്കാം. ഈ ക്വസ്റ്റ്യൻ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഇവിടെ ബ്രേക്ക് ഈവൻ പോയിന്റ് തന്നിട്ട് പിന്നെ സെയിൽസ് കാണാൻ വേറെ പറഞ്ഞിട്ടുണ്ട്. ബ്രേക്ക് ഈവൻ പോയിന്റ് 40,000 ലെവൽ ഓഫ് ബ്രേക്ക് ഈവൻ പോയിന്റ് 40,000 ആണ്. പിന്നെ സെയിൽസ് ബ്രേക്ക് ഈവൻ പോയിന്റിലേക്ക് പ്രോഫിറ്റ് ഇല്ലാത്ത ഏരിയ ആണല്ലോ. ബ്രേക്ക് ഈവൻ പോയിന്റിലേക്ക് പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് സെയിൽസ് കിട്ടണ്ടല്ലേ. ബ്രേക്ക് ഈവൻ പോയിന്റ് പ്ലസ് പ്രോഫിറ്റ് ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കിട്ടേണ്ടതാണ് എന്ത് ആക്ച്വൽ സെയിൽ കിട്ടുന്നതാണ്. അങ്ങനെ വരുമ്പോൾ 40,000 plus 10,000 ആണ്, 50,000 ആണ് വരിക. ഓക്കെ, ക്വസ്റ്റ്യൻ നിങ്ങൾ ഒന്നുകൂടെ ചെയ്ത് വരാൻ സാധ്യതയില്ലല്ലോ സാറേ. ബ്രേക്ക് ഈവന്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്യുമ്പോൾ സെയിൽസ് വരുമോ? കാരണം വെച്ചാൽ വീണ്ടും വരുന്നുണ്ട്, വേരിയബിൾ കോസ്റ്റ് വരില്ലേ? ബ്രേക്ക് ഈവന്റെ കൂടെ, അതായത് ബ്രേക്ക് ഈവന് ശേഷമുള്ള സെയിൽസിലും ആ പ്രോഫിറ്റ് മാത്രമല്ലല്ലോ വരുന്നത്, അവിടെ വേരിയബിൾ കോസ്റ്റും കൂടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്തായിരിക്കും വരാം? ഓക്കെ, അങ്ങനെ വരുമ്പോ ഓക്കെ ആൻസർ വരുന്നത് അനീസിന്റെ ഫോർമുല ഏതാ പറഞ്ഞത് സാറേ? അതെ, അനീഷിന്റെ PV ratio 50% 20,000 divided by 40,000 എന്ന് വരും ഇപ്പോൾ PV ratio. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ഒന്നുകൂടെ ചെയ്ത് നോക്കാം. ഇതിൽ അവിടെ നേരത്തെ ക്ലാസ്സിൽ ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻക്രീസിംഗ് സെല്ലിംഗ് പ്രൈസ് ലീഡ്സ് ടു ഡാഷ്. സെല്ലിംഗ് പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തിനെ ബാധിക്കുന്നതാണ്? ഡിക്രീസ് ഇൻ BP. യെസ്, ഡിക്രീസ് ഇൻ DP. എന്തുകൊണ്ടാണ് ഡിക്രീസ് ഇൻ DP വരുന്നത്? പ്രോഫിറ്റ് കോൺട്രിബ്യൂഷൻ, പ്രോഫിറ്റിന്റെ എലമെന്റ് വന്നു. സോ BP വിൽ റീച്ച് ഏർലി. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് കൂടുമ്പോൾ പെട്ടെന്ന് നമുക്ക് ബ്രേക്ക് ഈവൻ ആവും. കുറഞ്ഞ യൂണിറ്റ് സെയിൽ ചെയ്താൽ തന്നെ പെട്ടെന്ന് ബ്രേക്ക് ഈവൻ ആവും. ഡിക്രീസ് DP, സെല്ലിംഗ് പ്രൈസ് കൂടുമ്പോൾ. അതിന് ഗ്രാഫ് വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും.
ഗ്രാഫ് വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ്, ടോട്ടൽ സെയിൽ. ഇങ്ങനെയുള്ള ബ്രേക്ക് ഗ്രാഫ് ചാർട്ട് പോയിന്റ്. ഈ സെല്ലിംഗ് പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഈ ലൈൻ ഇങ്ങനെ കുത്തനെയാവും അല്ലേ? സെല്ലിംഗ് പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടോട്ടൽ സെയിൽസ് ലൈൻ ഇങ്ങനെ കുത്തനെയാവും. സോ ഈ ബ്രേക്ക് ഈവൻ പോയിന്റ് ഇങ്ങോട്ട് കുറയും, ന്യൂ ബ്രേക്ക് ഈവൻ പോയിന്റ് കുറയും. ഓക്കെ, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ചോദിക്കാറുണ്ട് സെയിൽസ് വോളിയം ഇൻക്രീസ് ചെയ്താൽ ബ്രേക്ക് ഈവൻ പോയിന്റിനെ അഫക്ട് ചെയ്യുമോ? സെയിൽസ് വോളിയം, സെല്ലിംഗ് പ്രൈസിൽ ഇൻക്രീസ് ചെയ്യാം, പകരം സെയിൽസ് വോളിയം ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ അങ്ങോട്ട് അല്ലേ? സെയിൽസ് വോളിയം ഇൻക്രീസ് ചെയ്യാം. സെയിൽസ് വോളിയം ഇൻക്രീസ് ചെയ്താൽ ബ്രേക്ക് ഈവൻ പോയിന്റിനെ അഫക്ട് ചെയ്യുമോ? ഇല്ല. സെയിൽസ് വോളിയം ഇൻക്രീസ് ചെയ്താൽ ബ്രേക്ക് ഈവൻ പോയിന്റ് അഫക്ട് ചെയ്യില്ല. സെല്ലിംഗ് പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ ബ്രേക്ക് ഈവൻ പോയിന്റ് ഡിക്രീസ് ചെയ്യും. ഇനി കോസ്റ്റ് ഡിക്രീസ് ചെയ്താലോ? കോസ്റ്റ് ഡിക്രീസ് ചെയ്താൽ, അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റ്, ഏതെങ്കിലും കോസ്റ്റ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് ഈവൻ പോയിന്റിനെ എങ്ങനെ അഫക്ട് ചെയ്യും? എങ്ങനെ ഫിക്സഡ് കോസ്റ്റ് കുറഞ്ഞാൽ എഫക്ട് ചെയ്യുമല്ലോ. ഫിക്സഡ് കോസ്റ്റ് കുറഞ്ഞാൽ ബ്രേക്ക് ഈവൻ പോയിന്റിനെ എങ്ങനെ അഫക്ട് ചെയ്യും? ബ്രേക്ക് ഈവൻ പോയിന്റ് ഇക്വേഷൻ കുറയും. കാരണം ബ്രേക്ക് ഈവൻ പോയിന്റ് ഇക്വേഷൻ എന്താണ്? ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ ആണ്. ഈ ഫിക്സഡ് കോസ്റ്റ് കുറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ വാല്യൂ കുറയും. ഓക്കെ, ഫിക്സഡ് കോസ്റ്റ് കുറഞ്ഞാലും വേരിയബിൾ കോസ്റ്റ് കുറഞ്ഞാലൊക്കെ ബ്രേക്ക് ഈവൻ പോയിന്റ് കുറയും. വേരിയബിൾ കോസ്റ്റ് കുറയുമ്പോൾ കാരണം പി വി റേഷ്യോ കൂടും. വേരിയബിൾ കോസ്റ്റ് കുറയുമ്പോൾ പി വി റേഷ്യോ കൂടും. പി വി റേഷ്യോ കൂടിയില്ലെങ്കിലും ബ്രേക്ക് ഈവൻ പോയിന്റ് എന്താ സംഭവിക്കും? പി വി റേഷ്യോ കൂടിയാൽ ബ്രേക്ക് ഈവൻ പോയിന്റ് കുറയും. കാരണം ഇവിടെ ഹരിക്കാനുള്ള എമൗണ്ട് കൂടുമ്പോൾ ബ്രേക്ക് ഈവൻ പോയിന്റ് കുറയും. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ ഈ പ്രോബ്ലംസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം. നമുക്ക് മാർജിനൽ കോസ്റ്റിംഗിൽ ഇനിയും ഒരുപാട് ഡിസ്കസ് ചെയ്യാനുണ്ട്. മാർജിനൽ കോസ്റ്റിംഗിന്റെ അപ്ലിക്കേഷൻസ് ഒക്കെ പഠിക്കാനുണ്ട്. അതുപോലെ ബ്രേക്ക് ഈവൻ അനാലിസിസ് ഒക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പ്രോബ്ലംസ് ഒന്നുകൂടെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് ഇതുപോലുള്ള പ്രോബ്ലംസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. എക്സാമിന് ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.